നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദി ചുട്ടുപൊള്ളുന്നു. താപനില 48 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഇന്റർ സ്കൂൾ പെയിന്റിംഗ് മത്സരത്തിന് ഒരുങ്ങി ഇന്ത്യൻ സ്കൂൾ. നിരസിച്ചാൽ വീണ്ടും വിളിക്കരുത്, തെറ്റിദ്ധരിപ്പിച്ചാൽ പിഴ. ടെലിമാർക്കറ്റിംഗിന് കർശന നിബന്ധനകളുമായി UAE. സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച മിന്നും താരങ്ങളായി 3 മലയാളി സഹോദരിമാർ. US പ്രസിഡന്റുമാരിൽ നിന്ന് അവാർഡും. ഞായറാഴ്ച കുവൈത്ത് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകിയത് 5 മണിക്കൂർ. ഗ്യാസ് സിലിണ്ടറിന് ഉപയോക്താക്കൾ ഇൻഷുറൻസ് ഫീസ് നൽകണം. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രമോഷൻ മന്ത്രാലയം. അസ്മോ പുരസ്കാരം കഥാ കവിതകൾ ക്ഷണിക്കുന്നു. പെർമിറ്റില്ലാതെ ഹജ്ജ്, 21 പേർ അറസ്റ്റിൽ. സൗദി ചുട്ടുപൊള്ളുന്നു. താപനില 48 ഡിഗ്രി സെൽഷ്യസ് കടന്നു. സൗദി ചുട്ടുപൊള്ളുന്നു. സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ കനത്ത ചൂട്. മക്ക, മദീന നഗരങ്ങളിലും ചൂട് ശക്തമായി. 45 മുതൽ 47 ഡിഗ്രി വരെയാണ് ഇവിടങ്ങളിലെ താപനില. കിഴക്കൻ പ്രവിശ്യയിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് കടന്നു. രാജ്യത്തെ മറ്റ് നഗരങ്ങളിലും ചൂടിന് ശക്തിയേറിയിട്ടുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. എന്നാൽ വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ തണുത്ത കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും അജൌഫ് ഭാഗങ്ങളിൽ പൊടിയോടുകൂടിയ ചൂടുകാറ്റിനും സാധ്യതയുള്ളതായും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഇന്റർ സ്കൂൾ പെയിന്റിംഗ് മത്സരത്തിന് ഒരുങ്ങി ഇന്ത്യൻ സ്കൂൾ. ബഹ്റൈനിലെ ഏറ്റവും വലിയ ചിത്രരചനാ മത്സരങ്ങളിലൊന്നായ ആലേഖ് 24ന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ അറിയിച്ചു. പ്രഥമ ആലേഖ് 24 ജൂൺ 14 വെള്ളിയാഴ്ച ഇന്ത്യൻ സ്കൂൾ ഈസാർ ടൗൺ ക്യാമ്പസിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വിധേയമായി നടത്താനുള്ള ഒരുക്കം തുടങ്ങിയതായും അനുമതി ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ്, മിഥുൻ മോഹൻ, ബിജു ജോർജ്, മുഹമ്മദ് നയാസ് ഉല്ല, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവരും പങ്കെടുത്തു. സർഗാത്മക കലകളെ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സ്കൂളിന്റെ പ്രതിബദ്ധതയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ ചിത്രരചനാ മത്സരം. എല്ലാ തലങ്ങളിലുമുള്ള കലാകാരന്മാർക്ക് അവരുടെ കഴിവും സർഗാത്മകതയും കലയോടുള്ള അഭിനിവേശവും പ്രകടിപ്പിക്കാൻ ഒരു വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വാർഷികാഘോഷമായി ആലേഖ് നടത്താൻ സ്കൂൾ പദ്ധതിയിടുന്നു. ബഹ്റൈനിലുടനീളമുള്ള സ്കൂളുകളിൽ നിന്ന് 5 മുതൽ 18 വയസ്സുവരെയുള്ള പ്രായപരിധിയിലെ വിഭാഗങ്ങൾ പങ്കെടുക്കും. മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ സൗജന്യമാണെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. മത്സരത്തിനായി വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യാൻ സ്കൂളുകളോട് അഭ്യർത്ഥിക്കുന്നു. ഗ്രൂപ്പ് പെയിന്റിംഗ് മത്സരം ഹാർമണി ആലേഖിന്റെ ഒരു പ്രത്യേകതയാണ്. രജിസ്ട്രേഷനും ബ്രീഫിംഗ് സെഷനുകളുമായി അന്ന് മത്സരം ആരംഭിക്കും. തുടർന്ന് ഓരോ പ്രായക്കാർക്കും നിയുക്ത ഡ്രോയിംഗ്, പെയിന്റിംഗ് സെഷനുകൾ നടക്കും. അതേ ദിവസം അവാർഡ് ദാന ചടങ്ങിൽ ഫലങ്ങൾ പ്രഖ്യാപിക്കും. സ്കൂൾ മേളയിൽ തിരഞ്ഞെടുത്ത പെയിന്റിംഗുകൾ പ്രദർശിപ്പിക്കും. ബഹ്റൈനിലെ യുവകലാകാരന്മാരുടെ സർഗാത്മകതയെ ആഘോഷിക്കുന്നതിനായി ഇന്ത്യൻ സ്കൂൾ എല്ലാ കലാപ്രേമികളെയും രക്ഷിതാക്കളെയും സമൂഹത്തിലെ അംഗങ്ങളെയും ക്ഷണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. നിരസിച്ചാൽ വീണ്ടും വിളിക്കരുത്, തെറ്റിദ്ധരിപ്പിച്ചാൽ പിഴ. ടെലിമാർക്കറ്റിംഗിന് കർശന നിബന്ധനകളുമായി UAE. അതിരുകടക്കുന്ന ടെലിമാർക്കറ്റിംഗിന് നിയന്ത്രണവുമായി UAE. കടുത്ത വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയ പുതിയ ടെലിമാർക്കറ്റിംഗ് നിയമം ഓഗസ്റ്റ് പകുതിയോടെ പ്രാബല്യത്തിൽ വരും. പൊതുജനങ്ങളുടെ അവകാശങ്ങളും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. നിയമലംഘകർക്ക് 1.5 ലക്ഷം ദിർഹം വരെയാണ് പിഴ. കൂടാതെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കും. നിയമലംഘനത്തിന്റെ ഗൗരവമനുസരിച്ച് UAEയിൽ 1 വർഷം വരെ ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ വിലക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഫോൺ വഴി വിറ്റഴിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ഫ്രീ സോണിന് അകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങൾക്കും നിയമം ബാധകമാണ്. SMS, ഫോൺ തുടങ്ങിയ മാർഗങ്ങളിലൂടെ ടെലിമാർക്കറ്റിംഗ് നടത്തുന്ന കമ്പനികളെല്ലാം നിയമത്തിന്റെ പരിധിയിൽ വരും.
ഡിജിറ്റൽ ഗവൺമെന്റ് അതോറിറ്റി, UAE സെൻട്രൽ ബാങ്ക്, സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റി, പ്രാദേശിക ലൈസൻസിംഗ് അതോറിറ്റി എന്നിവയുമായി സഹകരിച്ചാണ് നടപടികൾ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച മിന്നും താരങ്ങളായി 3 മലയാളി സഹോദരിമാർ. US പ്രസിഡന്റുമാരിൽ നിന്ന് അവാർഡും. ദുബായിൽ സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച ലോകത്തെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്നും മിന്നും താരങ്ങളായി 3 മലയാളി സഹോദരിമാർ. തിരുവനന്തപുരം വെള്ളയമ്പലം സ്വദേശി ആശിഷ് തോമസിന്റെയും രേഖ തോമസിന്റെയും മക്കളായ സ്റ്റെഫനി ഡാനിയൽ തോമസ്, ഡേറിയൻ തോമസ്, ഡൊറോത്തി ജെയിൻ തോമസ് എന്നിവരാണ് മലയാളികൾക്കും ഇന്ത്യക്കും അഭിമാനമായത്. മൂവരും ജനിച്ചതും വളർന്നതുമെല്ലാം ദുബായിൽ. 12ാം ക്ലാസ് വരെ വീട്ടിൽ സ്വന്തം പഠനം. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ മൂത്തയാൾ സ്റ്റെഫനി ദുബായിൽ ജോലി ചെയ്തു വരുന്നു. പെൻസിൽവാനിയ സർവകലാശാലയിൽ നിന്ന് മികച്ച സ്കോറോടെ ലീഡർഷിപ്പിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഡൊറോത്തി തോമസ് ഇതേ യൂണിവേഴ്സിറ്റിയിൽ MPhilന് ചേർന്നിരിക്കുകയാണിപ്പോൾ. വിദ്യാഭ്യാസ മികവിന് റിച്ചാർഡ് J. എസ്റ്റസ് ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് അവാർഡും നേടി ഈ മിടുക്കി. മൂന്നാമത്തെയാൾ ഡേറിയനും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ന്യൂറോ സയൻസിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഞായറാഴ്ച കുവൈത്ത് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകിയത് 5 മണിക്കൂർ. വൈകിപ്പറക്കൽ തുടർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനം ഇന്നലെ വൈകിയത് 5 മണിക്കൂർ. ഉച്ചയ്ക്ക് 12:40 പുറപ്പെടേണ്ട വിമാനമാണ് വൈകിട്ട് 6 പുറപ്പെട്ടത്. കോഴിക്കോട് നിന്ന് വിമാനം വൈകിയാണ് എത്തിയതെങ്കിലും 2 മണിയോടെ യാത്രക്കാരെ വിമാനത്തിൽ കയറ്റിയിരുന്നു. എന്നാൽ സാങ്കേതിക തകരാർ വന്നതിനെ തുടർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് വൈകിട്ട് 6:10 വിമാനം പുറപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും മുതിർന്നവർ അടക്കം 100 കണക്കിന് യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. സമ്മർ അവധി ആരംഭിച്ചതോടെ 100 കണക്കിന് കുടുംബങ്ങളാണ് ദിനേന യാത്രയാകുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. ഗ്യാസ് സിലിണ്ടറിന് ഉപയോക്താക്കൾ ഇൻഷുറൻസ് ഫീസ് നൽകണം. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രമോഷൻ മന്ത്രാലയം. ഒമാനിൽ ഈ വർഷം ഡിസംബർ മുതൽ ഉപഭോക്താക്കൾ പാചകവാതക സിലിണ്ടറുകൾക്ക് ഇൻഷുറൻസ് ഫീസ് നൽകണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രമോഷൻ മന്ത്രാലയം അറിയിച്ചു. തീരുമാനം ഡിസംബർ 6 മുതൽ പ്രാബല്യത്തിൽ വരും. സിലിണ്ടറിന്റെ തരം, ശേഷി, വലിപ്പം എന്നിവ അനുസരിച്ചായിരിക്കും ഉപയോക്താക്കൾ ഇൻഷുറൻസ് തുകയായി നൽകേണ്ടത്. 5-നും 30 റിയാലിനും ഇടയിലായിരിക്കും ഇൻഷുറൻസ് തുക. സിലിണ്ടർ തിരിച്ചു കൊടുക്കുമ്പോൾ ഉപയോക്താവിന് ഇൻഷുറൻസ് തുക വീണ്ടെടുക്കാൻ കഴിയും. എന്നാൽ സിലിണ്ടർ നഷ്ടപ്പെടുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ ഇൻഷുറൻസ് തുക തിരികെ ലഭിക്കില്ല. LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിനും വിൽക്കുന്നതിനും ലൈസൻസ് നിർബന്ധമാണ്. നിയന്ത്രണം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി മന്ത്രാലയം നിരീക്ഷിക്കും. ലംഘനം കണ്ടെത്തിയാൽ പിഴ, ലൈസൻസ് സസ്പെൻഷൻ, റദ്ദാക്കൽ എന്നിവയുൾപ്പെടെ നടപടികളെടുക്കും. രേഖാമൂലമുള്ള മുന്നറിയിപ്പുകൾ മുതൽ 1000 റിയാലിൽ കവിയാതെ പിഴകൾ വരെ ചുമത്തും. ക്രമക്കേടുകളോ തെറ്റുകളോ ആവർത്തിച്ചാലോ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. അസ്മോ പുരസ്കാരം, കഥാ കവിതകൾ ക്ഷണിക്കുന്നു. ദുബായിൽ അന്തരിച്ച കവി അസ്മോ പുത്തഞ്ചിറയുടെ സ്മരണാർത്ഥം UFK സംഘടിപ്പിക്കുന്ന 8ാമത് അസ്മോ പുരസ്കാരത്തിന് കഥാ കവിതാ രചനകൾ ക്ഷണിക്കുന്നു. UAEയിൽ നിന്നുള്ള എഴുത്തുകാരുടെ രചനകളാണ് സ്വീകരിക്കുക. പ്രസിദ്ധീകരിക്കാത്ത മൗലികമായ മികച്ച ഒരു കഥയും കവിതയും പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കും. ഒരാളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ കഥകളോ കവിതകളോ സ്വീകരിക്കുന്നതല്ല. രചനകൾ ജൂലൈ 31 മുൻപ് ഇമെയിൽ അയക്കേണ്ടതാണ്. വിവരങ്ങൾക്ക് 971586325253 അല്ലെങ്കിൽ 971545512102 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. പെർമിറ്റില്ലാതെ ഹജ്ജ്, 21 പേർ അറസ്റ്റിൽ. ഹജ്ജ് പെർമിറ്റില്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ച 21 പേരെ സൗദി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. ഇതിൽ 12 പേർ സ്വദേശികളും 8 പേർ വിദേശികളുമാണ്. നിയമലംഘകർക്ക് 15 ദിവസം തടവും 10,000 റിയാൽ പിഴയുമാണ് ശിക്ഷ. ശിക്ഷയ്ക്ക് ശേഷം വിദേശികളെ നാടുകടത്തും. നിയമലംഘനത്തിന് ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടുകെട്ടി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മക്ക. UAEയിലെ ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.